ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കാത്ത പാക്കാണ്, ജസ്റ്റ് വീഡിയോ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാമായിട്ട് വേറൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പിങ്ക് കളറ് ഇത് കുറച്ച് ഷൈനിങ് ഉള്ള തരമാണ് കേട്ടോ. പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് ബീഡല്ല. പക്ഷെ നല്ലൊരു ഷൈനിങ് ഉള്ളതാണ്. ഇതിൻ്റെ ഒരു 2-3 കളേഴ്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒന്ന് ഈ പിങ്ക്, പിന്നെ അതാ ഇതേപോലത്തെ ഒരു ഡാർക്ക് ബ്ലൂ കളറ്, ഇനി അതേപോലത്തെ തന്നെ ഒരു പേർപ്പിൾ കളറ്. അങ്ങനെ 3 കളേഴ്സാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് മീൻസ് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും നല്ലൊരു ഷൈനിങ്ങോട് കൂടിയ ബീഡ്സാണിത്. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് ഇതേപോലത്തെ ബീഡ്സാണ്. മിഠായിൻ്റെ ക്യാൻഡീൻ്റെ ഷേപ്പില്ലേ, ക്യാൻഡീൻ്റെ ഷേപ്പുള്ള ബീഡാണ്. ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. വേറെ ഞാൻ അന്വേഷിച്ചിട്ട് അവരുടെ അടുത്ത് സ്റ്റോക്ക് തീർന്നു എന്നാണ് പറഞ്ഞത്. സോ പുതിയത് വരുമ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു ക്യാൻഡീൻ്റെ ഷേപ്പിലുള്ളതായിരിക്കും വന്നിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേപോലത്തെ ഫ്ലവേഴ്സിൻ്റെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു 15ൻ്റെ കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതിനകത്ത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി പോയ സാധനമാണിത്. സോ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഇത് 2 ഹോൾസൊക്കെ ഉള്ളതാട്ടോ. നിങ്ങൾക്ക് മറ്റെന്താ പറയണേ, വയർ ബോയ്ക്കകത്തൊക്കെ കോർക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പോലത്തെ തന്നെ ഇതേപോലത്തെ ബീഡ്സാണ് വന്നിരിക്കുന്നത്. ഇതും വയർ ബോയ്ക്കകത്ത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയ ബീഡാണിത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ബീഡെന്ന് പറയുന്നത് ഇത് സാധാരണ ഒരു ബീഡാണ് കേട്ടോ. നോർമൽ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്ന് പറയില്ലേ, അതേപോലത്തെ ബീഡ്സ്. പക്ഷെ ഇതിനും നല്ല ഷൈനിങ് ഉണ്ട്, നല്ല ഷൈനിങ് ഉള്ള ബീഡ്സാണ് കേട്ടോ. ഇത് 2-3 കളേഴ്സാണ് ഇതും അവൈലബിൾ ഉള്ള. ഇത് റെഡ്, യെല്ലോ, പിന്നെ ഈ പിങ്ക്. അങ്ങനെ 3 കളേഴ്സാണ് ഇതിൻ്റെ അവൈലബിൾ ഉള്ളത് കേട്ടോ. ഇതെല്ലാം ചെറിയ ചെറിയ പാക്കറ്റായിട്ടായിരിക്കും സെയിലാക്കുന്നുണ്ടാവും. മുന്നേ കിറ്റ് മീൻസ് ചെറിയ പാക്കറ്റ് 15 രൂപേൻ്റെ പാക്കറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ, അതിൻ്റെ പോലെ തന്നെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് അവൈലബിൾ ഉള്ളത് ഒരു ഡ്രോപ്പ് ഷേപ്പായിട്ടുള്ള ബീഡാണ്. ഇതും പ്ലാസ്റ്റിക് തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഡബിൾ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഓറഞ്ചും പിന്നെ ഡാർക്ക് ഓറഞ്ചും അതിൻ്റെ താഴത്തേക്കൊരു ലൈറ്റ് കളറിൻ്റെ ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബീഡ്സിൻ്റെ കളക്ഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഉള്ളതായിരുന്നു ഇതേപോലത്തെ ലേസ്. ഇതിൻ്റെ ഒരു 4 കളറ് വന്നിട്ടുണ്ട്. ഈ ഒരു പർപ്പിൾ കളറ്, പിന്നെ ഒരു നല്ല ബ്ലൂ കളറ്, ഇതേപോലത്തെ നല്ല ബ്ലൂ കളറ്, അതേപോലെ ഒരു മത്തങ്ങേൻ്റെയൊക്കെ ഒരു മഞ്ഞ കളർ എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു മഞ്ഞ കളറ്. പിന്നെ എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്ന ഒരു പിങ്ക് കളർ. ഇപ്പം പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറില്ലേ, അപ്പം അങ്ങനത്തെ കളർ. അപ്പം ഇത്രയും സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിന് ഞാൻ മീറ്ററിന് 15 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സോ ബാലൻസ് ഈ സാധനങ്ങളെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ നാളെ തന്നെ ഇടുന്നുണ്ട്. ഇതെല്ലാം ചെറിയ പാക്കറ്റായിട്ട് എങ്ങനെയാണ്, എത്ര രൂപയ്ക്കാണ്, എന്തോരം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.